അടി അടി ഓക്കെ ഏറ്റവും എന്തടി അല്ല കൈ അതല്ല കൈ. വെൽക്കം ഫ്രം ഇന്ത്യ കേരള ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് இந்த ലൈവ് யாரு ഫസ്റ്റ് ടൈം വാച്ച് പണ്ണു വേണ്ട ശരിയാവില്ല. നമുക്കിന്ന് നല്ലൊരു ടോപ്പിക് ഉണ്ട്. പ്ലീസ് ഡു ദ കമന്റ്. യെസ് വണക്കം. ഓ ഇറ്റ്സ് ഗുഡ്. അഡിക്ഷനെ കുറിച്ച് സംസാരിച്ചല്ലോ. അഡിക്ഷൻ എന്ത് അഡിക്ഷൻ ആണ് ഉള്ളത്? പ്രണയം. പക്ഷെ പ്രണയം കിട്ടുന്ന തേപ്പും കിട്ടും. ഫാമിലിന്റെ കൂടെ ഉണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ രണ്ടും കൂടി യാത്ര പോയടുത്ത് തന്നെ വീണ്ടും പോകും. എന്തടാ ബന്ധങ്ങളാണ് അതില്. അഡിക്ഷൻ എപ്പോഴും നാടാണ്, അഡിക്ഷൻ എപ്പോഴും ഫ്രണ്ട്സ് ആണ്, അഡിക്ഷൻ എപ്പോഴും എനിക്ക് അഡിക്ഷൻ ഉണ്ടായിരുന്ന സ്മോക്കിംഗ് അഡിക്ഷൻ ഉണ്ട്. എനിക്ക് പ്രത്യേക കാര്യത്തിലോ ഒരു വസ്തുവിലോ ഉണ്ടാകുന്ന അമിതമായ ആശ്രയത്വം മാത്രമാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനിപ്പോ റാക്കിൽ അഡിക്റ്റ് ആയ പോലെ. ഓ മൈ ഗോഡ്. അഡിക്ഷൻ എന്ത് അഡിക്ഷൻ ആണ് ഉള്ളത്? ആദ്യം ഒന്ന് സംസാരിക്കേ. താങ്ക് യു ഡിയർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അഡിക്ഷനെ കുറിച്ച് സംസാരിക്കട്ടെ. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. വീണ്ടും പറയണേ, ലൈവ് വാച്ച് ചെയ്യാൻ ഇപ്പം വന്ന ആളുകളാണെങ്കിൽ ബിസി ടോക്ക് എന്നുള്ള ഈ ഒരു ടോക്ക് ഷോയിൽ ഫാമിലിയെ കുറിച്ച് സംസാരിക്കാനോ? ഓക്കെ, ഫാമിലിനെ കുറിച്ച് സംസാരിക്കാം. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. അഡിക്ഷൻ മതി. ഞാനും കെയർ ഒരേ വൈബാ. കെയർ അടിച്ചാൽ ഓക്കെ ആണോ? അപ്പോൾ കെയർ ഫസ്റ്റ് ലൈവിൽ വന്നാൽ എങ്ങനെ ഉണ്ടാക്കും? വേറെ ആരും ഇപ്പോൾ ടോപ്പിക്കിനെ കുറിച്ച് IPL കുറിച്ച് 2 വാക്കോ, IPL കുറിച്ച് 3 വാക്ക് പറയുന്നുണ്ട്. IPL, ദിസ് ഈസ് IPL. ഓക്കെ ഫൈൻ. അപ്പോൾ കെയർ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. കെയർ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ലൈവിൽ വന്ന് സംസാരിക്കാം. ഓക്കെ ആണോ കെയർ? ഓക്കെ ആണോ? യെസ്, താങ്ക് യു സിദ്ദീഖ്. ഓക്കെ, ഐ തിങ്ക് യു ആർ വാച്ചിങ് മൈ ലൈവ് ഫസ്റ്റ് ടൈം, റൈറ്റ്? ഓക്കെ, നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്. ആരാണെന്ന് നോക്കാം. അസ്കു ലൈവ് ഫസ്റ്റ് ടൈം ആണ് വാച്ച് ചെയ്യുന്നത്. എനിവേ നമുക്ക് അസ്കുവിനെ പരിചയപ്പെടാം. അതുപോലെ കെയറിന് 3 മിനിറ്റ് അല്ല 30 മിനിറ്റ് ഞാൻ തരും. പക്ഷെ ഹലോ അസ്കു, കേൾക്കുന്നുണ്ടോ? ഓ പറയൂ. എന്ത് വിശേഷം? സുഖം, അൽഹംദുലില്ലാ. റാത്ത്. അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് അറിയില്ല, പിന്നെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോ അതും അറിയില്ല. ഫ്രണ്ട്സിനെ കുറിച്ച് 2 വാക്ക് പറയും. ഒരു മിനിറ്റ്. ആദ്യമായിട്ടല്ലേ ലൈവ് വാച്ച് ചെയ്യുന്നത്? അതെ, നിങ്ങള് ആദ്യമായിട്ടല്ലേ ഇവിടുന്ന് തന്നെ? ഞാൻ ആദ്യമായിട്ടല്ല ഇവിടുന്നത്. ഞാൻ ഇപ്പോഴേ കാണുന്നത്. നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും ഓരോ ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ടാവും. റിയലി? അപ്പൊ നിങ്ങൾക്ക് കോസ്റ്റ്യൂമിന്റെ ഷോപ്പാണോ? അല്ല അതല്ല, ഞാൻ ചെറിയൊരു കഫ്റ്റേരിയാണ്. ഓക്കെ ഫൈൻ. ഓക്കെ അസ്കു, ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഇതൊരു ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെ. ഓക്കെ, സോ 10 മണി മുതൽ 11 മണി വരെ ഓരോ ദിവസം ഓരോ ടോപ്പിക് ചൂസ് ചെയ്യും. ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. അപ്പൊ അഡിക്ഷനെ കുറിച്ച് പറ അസ്കു. എന്താണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത്? പ്രണയം. പക്ഷെ പ്രണയം കിട്ടുന്ന തേപ്പും കിട്ടും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ് അഡിക്ഷൻ ആയിട്ടുള്ളത്? എനിക്ക് ഫുഡ് തിന്ന ഉറങ്ങ. ഫുഡാണ് അഡിക്ഷൻ. പിന്നെന്താ? ഒരേ വൈബ്. പിന്നെ അടി. ഓക്കെ, ഏറ്റവും എന്തടി? അല്ല കൈ അതല്ല കൈ. ഓക്കെ, എന്ത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? അഡിക്ഷൻ തോന്നിയൊരു ഫുഡ് എന്താണ്? ബിരിയാണിക്കാണ് അഡിക്ഷൻ തോന്നിയത്. അപ്പൊ ശരി, ഞാനൊരു കാര്യം പറയട്ടെ. കയ്യിൽ 5 പൈസ ഇല്ല, 5 പൈസ കയ്യിൽ എടുക്കാനില്ല. ഭയങ്കരമായിട്ട് ബിരിയാണി കഴിക്കാൻ ഒരു ആക്രാന്തം വന്നു. എന്ത് ചെയ്യും ആ അഡിക്ഷൻ മാനേജ് ചെയ്യാൻ? അതായത് ഈ നമ്മുടെ നാട്ടിലെ കല്യാണം ഉണ്ടാവില്ലേ, ഓസി കല്യാണത്തിൽ കയറി തിന്നു. ഓസി അടിച്ച് കഴിക്കാറില്ലേ? ചെക്കൻ്റെ വീട്ടിലാണ് പോയിട്ട് അവിടെ പോയി തിന്നിട്ട് വരും. ഞാൻ ചെയ്തിട്ടുണ്ട്, കുറെ വട്ടം ചെയ്തിട്ടുണ്ട്. ഗുഡ് ബൈ കീപ് ഗോയിങ്. അഡിക്ഷൻ ഒരിക്കലും മാറ്റരുത്. ഓക്കെ, തീറ്റിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ആദ്യം ബിരിയാണിയാണ് അഡിക്ഷൻ. അത് കഴിഞ്ഞ അടുത്ത അഡിക്ഷൻ എന്താണ്? അത് കഴിഞ്ഞ ബിരിയാണി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല, പൊറോട്ട. ഓക്കെ, ഫുഡ് കഴിഞ്ഞ എന്താണ് അഡിക്ഷൻ? നീ ബിരിയാണി കഴിക്കാൻ എവിടെയും വന്നത്? ഫുഡ് കഴിഞ്ഞു. ഫുഡ് അഡിക്ഷൻ പറഞ്ഞു. ഫുഡ് കഴിഞ്ഞ ഫ്രണ്ട്സ്.
ഫ്രണ്ട്സ് ആണ് അഡിക്ഷൻ. ഫ്രണ്ട്സിൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നിയ ഒരു ഫ്രണ്ടിന്റെ പേര് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ അഡിക്ഷൻ ഉള്ള ഫ്രണ്ട്സ് ആണോ? അല്ലല്ല, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, നാട്ടിലാണ്. ഓക്കെ ഒന്ന് ആഷിന ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇപ്പോ. ഓക്കെ രണ്ടാമത് നസ്ല. ഓക്കെ ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടാണ്. Okay. ഇപ്പൊ ഒരു 5-6 കൊല്ലായിട്ട് ഞങ്ങള് കട്ട ഫ്രണ്ട്സാ. ഓക്കെ ഗുഡ്, അടിപൊളി, കീപ് ഗോയിങ്. ഞാൻ പാലക്കാടും അവര് കായംകുളവും. ഓക്കെ, അഡിക്ഷൻ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? അഡിക്ഷൻ നല്ലതാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെ മോശമാണെന്ന് തോന്നിയിട്ടുണ്ടോ? നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ച് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമ്പോ അവരെ വിളിച്ച ആൾ തെരുവ് പറഞ്ഞാലും കുഴപ്പമില്ല, സമാധാനം കിട്ടും. ഓക്കെ ഫൈൻ. അസ്കു, താങ്ക് യു ഫോർ ജോയിനിങ് മൈ ലൈവ് ആൻഡ് ഓപ്പൺ ആയിട്ട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. ഡെയിലി ലൈവ് ഉണ്ട് 10 മണി മുതൽ 11 മണി വരെ. ഓക്കെ, താങ്ക് യു ഡിയർ, ബൈ, ടേക്ക് കെയർ. ഇറക്കി വിടാൻ പോയിങ്ങ. അവിടെ പോടാ, ലൈവിൽ പോടാ. ഓക്കെ, എനിക്ക് ആരോടും അഡിക്ഷൻ ഇല്ല. ഞാൻ അതുകൊണ്ട് ആരെയും ലൈവിലൂടെ കുറെ നേരം നിർത്താറില്ല. നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സംസാരിക്കാം. ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി കൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി മുതൽ 11 മണി വരെയുള്ള ലൈവാണ്. ലൈവിൽ കമന്റ് ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. സോ അഡിക്ഷൻ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് എൻ്റെ ഗസ്റ്റ് മാത്രമാണ്. സോ അവിടെ അവർ മാനേഴ്സ് കീപ്പ് ചെയ്താൽ ഞാൻ മാനേഴ്സ് കീപ്പ് ചെയ്യും. എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് സംസാരിച്ചാൽ ഞാൻ മോശമായിട്ട് സംസാരിക്കില്ല, ഡിസ്കണക്ട് ചെയ്യും. പക്ഷേ ഗസ്റ്റ് നിങ്ങളുടെ എനിമി ആയിക്കോട്ടെ, നിങ്ങൾ അവർ സംസാരിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ വ്യൂവേഴ്സിനോടാണ് ബാഡ് കമന്റ്സ് ഇടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത റിക്വസ്റ്റ് ഉണ്ട്, നോക്കാം. ആരാണ്? ടോണി കുറേ നേരമായിട്ട് കമന്റ് ചെയ്ത് ഞാൻ കണ്ടു. ടോണി എന്ത് പറ്റി? ടോണി കേൾക്കുന്നുണ്ടോ? ടോണിയുടെ ശബ്ദമല്ലേ? ടോണി കേൾക്കുന്നുണ്ടോ? ടോണി ശബ്ദത്തിൽ സംസാരിക്കും. ടോണി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറ. പക്ഷെ ടോണി സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഹലോ. ഓക്കെ ടോണി, ഫസ്റ്റ് തിങ് മനസ്സിലാക്കേണ്ടത് ലൈവിൽ വരുന്ന ആളുകളോടാണ്. ലൈവിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദം കൺഫേം ചെയ്യുക. ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നത്, ഞാൻ ലൈവ് ഫുള്ള് റെക്കോർഡിംഗ് ആണ്. സോ റെക്കോർഡിംഗ് നമ്മൾ ക്ലിപ്സ് ആയിട്ട് പുറത്ത് വിടാറുണ്ട്. സോ നമുക്ക് വോയിസ് എന്തായാലും ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ പറയുന്ന ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണെങ്കിലും നിങ്ങൾ പറയുന്ന വേർഡ്സ് ആണെങ്കിലും ഓഡിയോ ക്ലിയർ ആവണം. ഓക്കെ, നമുക്ക് അടുത്തത് കെയറിനെ ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. യെസ്, കെയർ ആഫ്റ്റർ അഷ്റഫ്. പ്ലീസ് സ്റ്റേ ട്യൂൺ. മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി കൻ കോൾ ബിസി ടോക്ക്. കെയർ കേൾക്കുന്നുണ്ടോ? കെയർ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ വഴിക്ക് ഇപ്പൊ ഇറങ്ങിപ്പോവും. കെയർ കേൾക്കുന്നുണ്ടോ? കെയർ, വൈ യു ആർ ടേക്കിംഗ് ടു മച്ച് ടൈം ഫോർ കണക്ടിങ്? കെയർ കേൾക്കുന്നുണ്ടോ? ഡിസ്കണക്ട് ചെയ്യാണ്. കെയർ ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഐ തിങ്ക് മേ ബി നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കാം, മേ ബി മൊബൈലിൽ എന്തെങ്കിലും കോൾ വന്നതായിരിക്കാം. സോ കെയർ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്നുകൂടെ. റിഷ, എന്താ വിശേഷം? എന്തിനാണ് ചിരിക്കുന്നത്? ഓക്കെ, എനിവേ ചിരിക്കാനുള്ള കോമഡി ഇവിടെ പറയാം കേട്ടോ. അഷ്റഫിനെ നമുക്ക് ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ ലൈവ് സെക്ഷൻ ഉണ്ട്. ബിസി ടോക്ക് എന്നുള്ള സെക്ഷനിൽ ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. കേൾക്കുന്നുണ്ടോ അഷ്റഫ്? അഷ്റഫ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പിക് കേട്ടില്ല എന്തിനാ? അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്തിനോടാണ് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നിയത്? അല്ലെങ്കിൽ ഈ അഡിക്ഷൻ ഒഴിവാക്കണം എന്ന് തോന്നിയത് എന്താണ്? എനിക്ക് യാത്രയാണ്. യാത്ര ഭയങ്കര അഡിക്ഷൻ ഉള്ള ആളാണ്. ഓക്കെ, അതെ. അപ്പം അഡിക്ഷനില് യാത്ര ചെയ്യാം. ഓക്കെ, യാത്ര ചെയ്തുമ്പോ പ്രകൃതികളെ ആസ്വദിക്കുക. സൗണ്ട് ക്ലിയർ അല്ല, നല്ല ജലദോഷം പിടിച്ചു. സൗണ്ട് ക്ലിയർ അല്ലായിട്ട് ഞാനിപ്പോ സ്പീക്കറിൽ ഇവിടെ കുറച്ചുകൂടി ശബ്ദം കൂട്ടി നോക്കി, എന്നിട്ടും എനിക്ക് സൗണ്ട് ക്ലിയർ അല്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അറ്റ്ലീസ്റ്റ് കേൾക്കുന്നുണ്ട്. അപ്പൊ യാത്രകളാണ് അഡിക്ഷൻ. അതെ, യാത്ര ലഹരിയാക്കി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോളോ ട്രാവലർ ആണോ അതോ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ? എന്താണ് അഡിക്ഷനിൽ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത്? രണ്ടുണ്ട്. ഫാമിലിന്റെ കൂടെ ഉണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ. രണ്ടും കൂടി യാത്ര പോയടുത്ത് തന്നെ വീണ്ടും വീണ്ടും പോകും. ഓക്കെ ഫൈൻ. വേറെ എന്താണ് പറയാനുള്ളത്? യാത്ര പോയതിൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നിയ ഏതെങ്കിലും പ്ലേസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? അതിന് ഒരുപാട് പ്ലേസുകളുണ്ട്. എന്നാലും അഡിക്ഷൻ തോന്നിയ ഒരു പ്ലേസ് ഇല്ലേ? അത് ദുബായിലെ ഫ്ലവർ ഗാർഡൻ തന്നെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അതായത് ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്ന ഒരു തരം അഡിക്ഷൻ. അതെ. ഓക്കെ ഗുഡ്. അപ്പം ദുബായ് മിറാക്കിൾ ഗാർഡൻ ആണോ പറയുന്ന പ്ലേസ്? മിറാക്കിൾ ഗാർഡൻ തന്നെ.
അവിടെ എന്ത് രീതിയിലുള്ള ഒരു അഡിക്ഷൻ മീൻസ് കുറെ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ റിലാക്സേഷൻ ആണോ വന്നിട്ടുണ്ടായിരുന്നത്? അതന്നെ പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കുക ഫ്ലവർ. ഓക്കെ ഗുഡ് 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 ഗുഡ്. ഓക്കെ അഷ്റഫ്, താങ്ക് യു ഫോർ ജോയിനിങ്. അടുത്ത ആളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, ഇത് ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ആണ്. 10 മണി മുതൽ 11 മണി വരെയാണ്. ഇവിടെ തെറിവിളികളോടും ബാഡ് കമന്റ്സിനോടും അഡിക്ഷൻ കാണിക്കുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ലൈവിൽ വന്ന് സംസാരിക്കുക. ഗസ്റ്റ് എടുക്കുന്നുണ്ട്, അപ്പൊ അടുത്ത ഗസ്റ്റ് ആരാണെന്ന് നോക്കാം. ഓക്കെ, കമന്റ്സ് ഞാൻ കാണുന്നില്ല, ചില സമയം കാണുന്നുണ്ട്. അതുൽ, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. എന്റെ ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ ഡെയിലി നമ്മുടെ ബിസി ടോക്ക് എന്നുള്ള ഷോ ഉണ്ടാക്കും. ഓരോ ദിവസം ഓരോ ടോപ്പിക് ആയിരിക്കും. അതുൽ ലൈവിലുണ്ടോ? അതുൽ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതുൽ നമസ്കാരം. നമസ്കാരം. എന്ത് വിശേഷം? നല്ല വിശേഷം. നാട്ടിലെവിടെ? നല്ല ട്രിവാൻഡ്രം. എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടില് കോഴിക്കോട്. കോഴിക്കോട്. എന്ത് ഇവിടെ ചെയ്യുന്നു? GCC എവിടെയാണ്? ഞാൻ UAE അബുദാബിയിലാണ്. അബുദാബിയിൽ, ഞാൻ ദുബായിലാണ്. സോ നമ്മുടെ ബിസി ടോക്ക് എന്ന് പറഞ്ഞാൽ കാണാറുണ്ടോ അതോ ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഗുഡ് ഗുഡ്, താങ്ക് യു ഫോർ ജോയിനിങ്. 10 മണി മുതൽ 11 മണി വരെ ഓരോ ടോപ്പിക്സ്, ഡെയിലി ഓരോ ടോപ്പിക്സ് ഉണ്ടാക്കും. ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ ലൈഫിൽ അഡിക്ഷൻ തോന്നിയത് എന്തിനോടാണ്? അഡിക്ഷന് അങ്ങനെ പറയാനായിട്ട് എന്താ പറയാ? പറഞ്ഞോളൂ. എന്തടാ എന്തടാ അതാ എന്തടാ അതാ എന്തടാ നിനക്ക് എന്ത് പറ്റിയടാ? അത് തന്നെ. സംതിങ് റോങ്? എന്താണ് പറ. അതാണ് പറയാത്തെ. Okay, fine. It's first addiction. I am respecting the feelings. And second addiction. സെക്കൻഡ് അഡിക്ഷൻ ഫുഡാണ്. Why you are shy? Okay, ഫുഡ്. എന്ത് ഫുഡിനോടാണ് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നിയത്? അത് എന്തുകൊണ്ടായിരിക്കാം? ഒരു നമ്മുടെ പേഴ്സണൽ ഒരു ചോയ്സ് ആയിരുന്നു. ഇന്ന ഫുഡൊന്നൊന്നുമില്ല, നല്ല ഫുഡ് എവിടെ നിന്ന് കിട്ടിയാലും അടിക്കും. ഓക്കെ ഓക്കെ, ഫുഡ് ഏത് ഫുഡ് കിട്ടിയാലും കഴിക്കും. ഇപ്പൊ ഫുഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഫുഡിൽ നമുക്ക് സ്വീറ്റ്സിനോട് അഡിക്ഷൻ ഇല്ല, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിനോട് അഡിക്ഷൻ ഇല്ല. എന്ത് ഫുഡാണെങ്കിലും കഴിക്കും. അതെ, എന്ത് ഫുഡാണെങ്കിലും നല്ല ഫുഡായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ഗുഡ്. അതുൽ, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഒപ്പീനിയൻ. എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്താ പറയാ? എന്താണ് പറയൂ. വേറെ ഒന്നും പറയില്ല, അടുത്ത ഗസ്റ്റിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. സോ നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ നമ്മുടെ ലൈവ് സെഷൻ ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ആണ്. ഈ ടോക്ക് ഷോയിൽ ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. സോ അഡിക്ഷൻ എന്തിനോടാണ് എന്ന് പറയാൻ ഓക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഗസ്റ്റ് വരെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, കമന്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. വീണ്ടും പറയാണ്, തെറിവിളികളോടും മറ്റുള്ള വ്യക്തിയെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിനോടും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ താഴ്ത്തിക്കെട്ടുന്നതിനോടുള്ള അഡിക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു കൗൺസിലിംഗ്. ബട്ട് ഐ എം നോട്ട് ദ വൺ നിങ്ങളെ ചൂലെടുത്ത് പായിപ്പിക്കാൻ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ലൈവിൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഓക്കെ ആണെങ്കിൽ വരാം. ഓക്കെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പക്ഷെ നമുക്ക് റിക്വസ്റ്റ് എടുക്കാം, എന്നിട്ട് നോക്കാം. ഹലോ. ഹായ്, ഹലോ. എന്താ പേര്? ഇബ്ലീസ്. ഇബ്ലീസ്. ഓക്കെ ഇബ്ലീസ്, where are you from? മലയാളം. മലയാളം ഓക്കെ, ശരിയാണ്. ഞാൻ ഇബ്ലീസ് എന്നൊക്കെ കേട്ടപ്പോ ഐ എം എക്സ്പെക്ടിങ് ലൈക്ക് സംതിങ് ലൈക്ക് ഹിന്ദി എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു. എനിവേ, ഇബ്ലീസ് എവിടെയാണ്? മലയാളിയാണ്. ഇബ്ലീസ് നാട്ടിലെവിടെയാണ്? എങ്ങനെ? നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ കണ്ണൂർ. ഓക്കെ, ഇവിടെ UAE-ലാണെങ്കിലോ? UAE-ല് അജ്മാനായിരുന്നു, ഓക്കെ. ഇപ്പോൾ അജ്മാൻ തന്നെയുണ്ട്. ഓക്കെ, ഫൈൻ. ഇബ്ലീസ്, നമ്മുടെ ഈ ഒരു ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ആദ്യമായിട്ട് കാണുകയാണോ അതോ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട്. ഡെയിലി 10 മണി മുതൽ 10 മണി മുതൽ 11 മണി വരെ നമ്മുടെ ലൈവ് ഉണ്ടാകും. ഇന്നത്തെ ടോപ്പിക് ആണ് അഡിക്ഷൻ. അപ്പൊ ലൈഫിൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവില്ലേ, പറയാം, യാത്രകള്, ലൈക്ക് ഫുഡ്, വ്യക്തികളുടെ പേര്, അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ? എങ്ങനെ? ലൈഫിൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നിയത് എന്തിനോടാണ്? എനിക്ക് ബന്ധങ്ങളോടാണ്. ബന്ധങ്ങളാണ്. അതില് ബന്ധങ്ങളോട്. ഓക്കെ, പറഞ്ഞു. റിലേഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണോ? ഏത് ഫ്രണ്ട്ഷിപ്പ്? നമ്മുടെ ഈ അതന്നെ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഓക്കെ,
അഡിക്ഷൻ മൂലം എന്തെങ്കിലും ബന്ധങ്ങൾ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ? നിലനിർത്തുന്നതിലാണ് അഡിക്ഷൻ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അഡിക്ഷൻ ബട്ട് കൊണ്ട് സംടൈംസ് സ്റ്റിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. എന്തോ പ്രോബ്ലം ഒറ്റപ്പെട്ടിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഒറ്റപ്പെട്ടിട്ടുണ്ടെന്ന്. ഒറ്റപ്പെട്ട് അതാ ഞാൻ പറയാൻ തുടങ്ങിയത്. കേൾക്കുന്ന പക്ഷെ ലാഗ് അടിക്കുന്നുണ്ട്. അതെന്റെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. സോറി. ഓക്കെ, കുഴപ്പമില്ല. ചില കാര്യങ്ങള് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, അതിന്റെ നെഗറ്റീവ് സൈഡ് ഉണ്ട്, പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ളത് സൗഹൃദങ്ങളാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്. അതിന് നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് ആണ് കൂടുതൽ നമ്മുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്തത്? നെഗറ്റീവാണ് വരിക. ഓക്കെ, പറഞ്ഞോളൂ. എന്തെങ്കിലും ഷെയർ ഞങ്ങൾ എത്രത്തോളം കീപ്പ് ചെയ്യാൻ മീൻസ് ഞങ്ങള് ബന്ധങ്ങൾ എത്രത്തോളം കീപ്പ് ചെയ്യാൻ നോക്കുന്നു അത്രത്തോളം ഞങ്ങൾ തരം താഴും. ഓക്കെ, ഓക്കെ. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഒപ്പീനിയൻ. താങ്ക് യു ഫോർ ജോയിനിങ്. ടേക്ക് കെയർ. ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, താങ്ക് യുടാ. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കമന്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളോടും പറയാനുള്ളത്, ഇതിൽ നെഗറ്റീവ് കമന്റ് ഉണ്ട്, പോസിറ്റീവ് കമന്റ് ഉണ്ട്. ഇത് മൊത്തം വായിക്കാൻ നിന്ന് നമ്മുടെ ലൈവ് മൊത്തം കേടാക്കും. പക്ഷെ ഓരോരുത്തരെ പിടിച്ച് മ്യൂട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഞാൻ നിൽക്കുന്നത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. എനിക്ക് ഇവിടെ മോഡറേറ്റർ വേണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഒപ്പീനിയൻസ്. പക്ഷേ നിങ്ങൾക്ക് ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഗസ്റ്റ് എടുക്കാം. ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് സംസാരിക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? അഡിക്ഷൻ. സോ വി ഹാവ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പ്രഭ, യെസ്, ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലൈവ് ഡെയിലി ഉണ്ട് 10 മണി മുതൽ 11 മണി വരെ 10:30 ആക്കാറായി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹൗ ആർ യു? പക്ഷെ സൗണ്ട് ഇല്ല. Can you please speak loudly or you can remove the headset if you are using? Prabha from Singapore. But your voice is not clear. I am getting confused. I text you. Can you please remove, if you are using the headset, please remove the headset or make it some like കുറച്ചുകൂടി സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ സംസാരിക്കും. ഓക്കെ, സെറ്റാണ്. ഇക്ബാലിന് എന്താണ് പ്രശ്നമുള്ളത്? ട്രോമ മാറ്റാൻ എങ്ങനെ പറ്റും? നമുക്ക് സംസാരിക്കാം, വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാം. ഇവിടെ കമന്റ് ചെയ്യുന്ന ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം ഡിയർ, ഒന്നുകൂടെ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ടോപ്പിക്, ബിക്കോസ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. ഓക്കെ, സോ പ്ലീസ്, മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഞാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് പറയാം. ഓക്കെ, റെസ്ട്രിക്ഷൻസ് പറയാം. വണക്കം. അപ്പൊ കാണുന്ന ആളുകൾ, ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ, ഒന്ന്, ഡ്രസ്സിങ് എൻ്റെ ഫീഡാണ്. ഞാൻ ദുബായിൽ നോർമലി ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്. അല്ല നിങ്ങൾക്ക് ഞാൻ ഇന്ന ഡ്രസ്സ് ഇട്ട് കാണണം, ഇങ്ങനെ പർദ്ദ ധരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കവർ ചെയ്ത ഡ്രസ്സ് ധരിക്കണം, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കമന്റ്സ് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ജസ്റ്റ് സ്പോൺസർ മൈ ഡ്രസ്. എൻ്റെ ഡ്രസ്സ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഞാൻ അത് ഇട്ടിട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപദേശ കമന്റ്സ് എന്നെ ഉപദേശിക്കാൻ ആർക്കും ഞാൻ സ്പേസ് കൊടുത്തിട്ടില്ല. അടുത്ത കാര്യം, അടുത്ത റെസ്ട്രിക്ഷൻ ആണ്, ഈ ഒരു ലൈവ് മുഖാന്തരം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻസ്, മെന്റൽ ടോർച്ചറിങ് അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് ടിക്ടോക്ക് വാച്ച് ചെയ്യുന്ന എല്ലാവരും 18 വയസ്സിന്റെ മുകളിലാണല്ലോ. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്? ചെറിയ കുഞ്ഞുങ്ങള്, കുട്ടി മക്കൾ ആരെങ്കിലും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ? ഒന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ബാക്കി ഞാൻ ലൈക്ക് ചിന്തിക്കുന്നത് എല്ലാവരും മുതിർന്നവരാണ്. സോ യു ഹാവ് ഫ്രീഡം, റൈറ്റ്? നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാച്ച് ചെയ്യുന്ന പ്ലേസ്, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ് കംഫർട്ടബിൾ അല്ലെങ്കിൽ, അതൊരു ലൈവ് ആണെങ്കിലും വേറൊരു സ്ഥലമാണെങ്കിലും അവിടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ യു ഹാവ് ദ ഓപ്ഷൻ അടുത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. ഇതിന് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയും. നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനോട് കാണിക്കുന്ന റെസ്പെക്റ്റ്. അവിടെ നിന്നുകൊണ്ട് അവരെ തന്നെ തെറി വിളിച്ച് അവരെ തന്നെ ഉപദേശിച്ച് നിങ്ങളുടെ സമയം കളയാതെ അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് തന്നെ പോകട്ടെ. ഇത് നെഗറ്റീവ് കമന്റ് ഇടുന്ന എല്ലാ മാന്യന്മാരോടുമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈവ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഇന്നത്തെ ടോപ്പിക് എന്താണ്? അഡിക്ഷൻ. അബ്ദുൽ മാലിക്. യെസ്, മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. റജീബ്, എന്ത് വിശേഷം? അബ്ദുൽ മാലിക് എവിടെ? ഞാൻ ലൈവില് റിക്വസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. തുറന്ന് സംസാരിക്കാൻ ആർക്കും എവിടെയും കൂട്ട് കിട്ടൂല, അത് മനസ്സിലാക്കണം. ആർക്കും എവിടെയും കൂട്ട് കിട്ടൂല. കൂട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇനിയും വരാത്ത വസന്തകാലത്തിന്റെ ഓർമ്മകളോട് അഡിക്ഷൻ. ഇത് ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ വേറെ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറന്നതാണ്. അപ്പൊ എന്താ അലി, അയ്യോയോ
യെസ്, എല്ലാവരുടെയും കമൻസ് വായിക്കാൻ ഞാനൊന്ന് പാട്ട് വെക്കട്ടെ. കാരണം നമ്മൾക്ക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് എളുപ്പമായിരിക്കും. നിങ്ങൾ കമൻസിനേക്കാളും കൂടുതൽ ഡിസ്കഷനിലേക്ക് വരാൻ ഞാനും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. മലയാളി അല്ലടാ, ഞാൻ പറയുന്നത് മലയാളമാണ്. ഓക്കെ, ഈ മലയാളം കേട്ടാൽ ഞാൻ മലയാളിയാണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നോളജ് എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ട്രോമ എങ്ങനെ മാറ്റുന്നല്ലേ, അത് നമുക്ക് വേറൊരു ദിവസം ടോപ്പിക്കായിട്ട് എടുക്കാം. ട്രോമ എങ്ങനെ മാറ്റും എന്നുള്ളത് ഒരു ടോപ്പിക് തന്നെയാണത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അത്രയും നോളേജ് ഉള്ള ഒരാളല്ല. പക്ഷെ എനിക്കറിയുന്ന കാര്യങ്ങൾ, എൻ്റെ ഈ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സജസ്റ്റ്, ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞുതരാൻ പറ്റും. ഗസ്റ്റ് എടുക്കാമല്ലോ, ഗസ്റ്റ് എടുക്കാം. ബംഗാളിയല്ല. ഓക്കെ, ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പച്ച മലയാളം പറയാം, ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന എല്ലാ സ്റ്റേറ്റിന്റെ പേരും എല്ലാ കൺട്രിയുടെ പേരും കമന്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദ കമന്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് KRനെ ഗസ്റ്റ് എടുക്കുകയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ്സ് കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയോ? ബാഡ് കമന്റ്സ് വരുമ്പോൾ. ഓരോ തവണ നമ്മുടെ എനർജി കൂടുകയാണ്. യെസ്, KR കേൾക്കുന്നുണ്ടോ? കേട്ടുകൊണ്ടേയിരിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കുന്നു. എവിടുന്നാണ് കേൾക്കുന്നത്? ഞാൻ പറയുമ്പോഴത്തേക്ക് കേട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ പറയുമ്പോ കേട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ എവിടുന്ന് കേൾക്കുന്ന? ഞാൻ UK. ഓക്കെ, UK എന്ത് വിശേഷം? UK വിശേഷമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഓക്കെ, നാടാണോ അഡിക്ഷൻ, UK ആണോ അഡിക്ഷൻ? അഡിക്ഷൻ എപ്പോഴും നാടാണ്, അഡിക്ഷൻ എപ്പോഴും ഫ്രണ്ട്സ് ആണ്, അഡിക്ഷൻ എപ്പോഴും വിസ്കിയാണ്. കണ്ടു കമന്റ് കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തോന്നിയത് ഫ്രണ്ട്സും വിസ്കിയാണെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഫ്രണ്ട്സും ഫാമിലി പ്ലസ് വിസ്കി. ഓക്കെ, വിസ്കി മാത്രമുള്ളത് വേറെ എന്തെങ്കിലും ബ്രാൻഡുകൾ ഉണ്ടോ? വിസ്കി, ഓൺലി വിസ്കി. ഓക്കെ, നമ്മള് മദ്യപാനം ഇവിടെ പ്രൊമോട്ട് ചെയ്യരുത്. ഞാൻ കഴിക്കുന്ന ആളാണ്. ഞാൻ ഏത് ലൈവിൽ പോയാലും ഞാൻ പറയും ഞാൻ കഴിക്കുന്ന ആളാണ്. എന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കുന്ന ആളൊന്നുമല്ല. വളരെ നന്നായിട്ട് ഫ്രണ്ട്സിനെയും ഫാമിലിയെയും പിന്നെ കുറച്ച് നമുക്ക് വേണ്ട കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളും കൂടിയാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ മദ്യപാനം അത്യാവശ്യ ശരീരത്തിന് വേണ്ടത് മാത്രം, അതിനപ്പുറത്തോട്ട് എന്റെ ശരീരത്തിന് കുറച്ചധികം വേണം എന്നാലും. ഓക്കെ, അപ്പം KR ആദ്യമായിട്ടാണ് നമ്മുടെ ടോക്ക് ഷോ കാണുന്നത്. മുന്നേ വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ? മുന്നേ നമ്മള് വഴക്കിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചതല്ലേ, ഓർമ്മയില്ലേ? ഓക്കെ, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ മറവിയുടെ പ്രശ്നമുണ്ട് എനിക്ക്. ഞാന് ചില സ്റ്റേറ്റ്മെന്റിനോട് മാത്രം എനിക്ക് അന്ന് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ പാട്ട് പാടിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പറഞ്ഞ കാര്യം അതൊക്കെ കൊണ്ടായിരുന്നു. ഞാൻ നന്നായെന്ന് പറയത്തില്ല, പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് പറഞ്ഞത് അത് നല്ലതല്ലായിരുന്നു. എന്നിരുന്നാലും ഒരാൾ പാടുമ്പോഴത്തേക്ക് നമ്മൾ അവളെ ഒരു സപ്പോർട്ട് ചെയ്യും. ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല, കാരണം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഓക്കെ, അപ്പം KR താങ്ക് യു. അഡിക്ഷൻ എന്നുള്ള ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തു. അഡിക്ഷൻ വെച്ചാല് നല്ല ഫ്രണ്ട്ഷിപ്പ് അതെപ്പോഴും അഡിക്ഷൻ ആയിരിക്കും. കാരണം വെച്ചാല് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് സന്തോഷം വന്നാലും ഒരു ബുദ്ധിമുട്ട് വന്നാലും പറയാൻ പറ്റുന്ന ഓപ്പൺ ആയിട്ട് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനകത്തുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പിലുണ്ട്. ഓക്കെ, പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും അതും നമ്മളെ തിരിച്ചു കടിക്കാത്തത് കൊണ്ടും അതും നമ്മളെ വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോകും. പിന്നെ അതൊക്കെയാണ് എൻ്റെ അഡിക്ഷൻ. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും തോന്നിയ അഡിക്ഷൻസ് ഒക്കെ അതൊക്കെയാണ്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടെ നിന്നിട്ടുള്ള ഒരു ചതിച്ച ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും അല്ല. നമുക്ക് ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇനി ഒന്നും വിശ്വസിക്കാൻ ഏതാ നല്ലൊരു ടോപ്പിക്കാണ് ആക്ച്വലി. നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ അഡിക്ഷന്റെ പോസിറ്റീവ് സൈഡ് ആൻഡ് നെഗറ്റീവ് സൈഡ് എന്ന് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ പ്രവാസിയാണ്. അപ്പൊ എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു എന്റെ അച്ചായനെ അമ്മച്ചിയുടെ എന്ത് കാര്യം വന്നാലും പെട്ടെന്ന് ഓടിപ്പോയി നോക്കാനായിട്ട് എന്റെ റിലേറ്റീവ്സിനേക്കാൾ കൂടുതൽ അവരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ജസ്റ്റ് കോള് വേണ്ട, അവരിങ്ങോട്ടാ പറയുന്നത്, നമ്മള് ഹോസ്പിറ്റലാടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ്, പിന്നെ എനിക്ക് എന്ത് ആവശ്യം വന്നാലും ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്പേസ് എന്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പക്ഷെ അഡിക്ഷൻ മൂലം ഇതുവരെ ലൈഫിൽ നെഗറ്റീവ് സൈഡ് ഒന്നും വന്നിട്ടില്ല എന്നാണോ പറയുന്നത്? ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട്. കാരണം എന്റെ ഒത്തിരി പൈസ പോയിട്ടുണ്ട്, ഒത്തിരി എന്റെ സമയം ഞാൻ വേസ്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്,
ഓക്കെ. അത് എനിക്ക് വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ് ആയിരിക്കും. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എവിടുന്നെങ്കിലും കറക്റ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യും. പക്ഷെ നമുക്ക് ഇന്നുവരെയൊക്കെ ആവശ്യങ്ങൾ വന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മളോട് പല കാര്യങ്ങളും തിരക്കാതെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ, ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഒന്ന് നീ ഓക്കെ ആണോ എന്ന് തിരക്കാൻ. Sorry for interrupt, Ryan. It's actually extra fitting. Don't predict by the outlook. Okay? പറഞ്ഞോളൂ കേയ. നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്നവരോട് ഇത്രയും കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അത് എന്റെ അഡിക്ഷൻ ആണ്. അത് അഡിക്ഷനാ, ശരിക്കും അഡിക്ഷനാ. അഡിക്ഷൻ ആണ്. ഞാൻ റിയാക്ട് ചെയ്യും. നല്ല കമന്റ്സിനേക്കാളും ബാഡ് കമന്റ്സിനെ നന്നായിട്ട്. നമ്മള് പല വേണ്ടാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നോക്കുന്നു, അന്ന് മുതൽ നമ്മൾ എക്സ്ട്രാ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സോറി ഫോർ ഇന്ററപ്റ്റ്. ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ റിയാക്ട് ചെയ്യുന്നതോറും ഐ ഫീൽ മോർ കോൺഫിഡൻസ്, മോർ ബോൾഡ്, മോർ എനർജി. ഓക്കെ, ഗുഡ്. ഓക്കെ, താങ്ക് യു. എനിവേ, താങ്ക് യു ഫോർ ഷെയറിംഗ്. ആൻഡ് നിങ്ങളെടുത്ത് എല്ലാവരുടെ പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ലൈവ് സെഷൻ 10 മണി മുതൽ 11 മണി വരെയാണ്. ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. സോ നിങ്ങളുടെ അഡിക്ഷൻ എന്താണ്, അഡിക്ഷനായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ, ലൈക്ക് അതിന്റെ അഡിക്ഷൻ നെഗറ്റീവ് സൈഡ് പോസിറ്റീവ് സൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് അടുത്തത് 2 റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് എടുക്കാം 10:38. ലൈവിൽ പാട്ട് ഞാൻ പാടില്ല, ലൈവിൽ ഡാൻസ് ഞാൻ ചെയ്യില്ല. റാക്കിന്റെ ബ്രാൻഡ് ഏതാന്നുള്ള കുറെ കമന്റ്സ് വേണ്ടിയിട്ടുണ്ട്. എനിക്ക് ബ്രാൻഡ് ഇല്ല, ഞാൻ എന്ത് കിട്ടിയാലും കുടിക്കുന്ന ആളാണ്. നാടൻ കള്ള് ഇഷ്ടമാണ്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായോ? ഇത് കാണുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറയുന്ന ഒരു ഗേൾ അല്ല ഞാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് ഇത്രയും കോൺഫിഡൻസോട് കൂടി സംസാരിക്കില്ല. പിന്നെ ബാഡ് കമന്റ്സ് ചെയ്യുന്ന എല്ലാവരോടും നന്ദി മാത്രമാണ്. നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി കൂടുതൽ ക്രിമിനൽ മൈൻഡിലോട്ട് എത്തിക്കുക. സ്വയം സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നന്മ മാത്രം വരുത്തും. ഓക്കെ, നമുക്ക് അടുത്ത ആളാരാന്ന് നോക്കാം. Emerald and Nasila Nachu. I feel I know the Nasila Nachu before. കേൾക്കുന്നുണ്ടോ? ഞാൻ ഒരു കമന്റ് ഇടാനുള്ള പരിപാടി അപ്പൊ എനിക്ക് എടുത്ത് നല്ല കമന്റ് ഇടണ്ടോ? പറഞ്ഞു, ഇനി ഓപ്പൺലി പറഞ്ഞോ. അല്ല, 2 അടിക്കാറോ എന്താ പോവാന്നറിയണേ. ആഹാ, ഞാൻ ഒരു കാര്യം പറയാം. വളരെ ഒക്കേഷണലി അടിക്കുന്ന ഒരാളാണ്. അഡിക്റ്റഡ് അല്ല. അടിക്കും, പക്ഷെ അഡിക്റ്റഡ് അല്ല. ഒക്കേഷണലി അടിക്കുന്ന ഒരാളാണ്. സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ പോകാറുണ്ട്. മനസ്സിലായി, ഞാനും ജസ്റ്റ് ഒരു കിഡിങ് മാത്രമേ ഉള്ളൂ. എന്താണ് വിശേഷം? എന്താ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്? സത്യം, ഈ പ്രേമം അഡിക്ഷൻ ആണെന്നുള്ളത് ആരും ഇവിടെ പറഞ്ഞില്ല. എല്ലാവർക്കും ഫാമിലി ഉള്ളത് കൊണ്ടായിരിക്കും. അല്ല, എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. ഏറ്റവും കൂടുതൽ അഡിക്ഷൻ പ്രണയത്തിനോടല്ല ശരിക്കും, പ്രേമിച്ച വ്യക്തിയോട്. സ്നേഹം ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്തൊരു സംഭവമാണ്. അതാണ് ഏറ്റവും വലിയ അഡിക്ഷൻ. ഏറ്റവും കൂടുതൽ ബാഡ് എക്സ്പീരിയൻസ് കിട്ടുന്നതും ഈ അഡിക്ഷനിലൂടെയല്ലേ? യെസ്. എന്നിട്ട് എന്താ ആരും പറയാത്തത്? നല്ല ഓർമ്മ ഉണ്ട്. 10 കൊല്ലം നടന്ന ലാസ്റ്റ് നല്ല കിട്ടലേ കിട്ടിയേ. ഓക്കെ, എത്ര വർഷത്തെ അഡിക്ഷൻ ആയിരുന്നു? 10 വർഷം ഏകദേശം. 10 വർഷത്തെ അഡിക്ഷൻ. 10 വർഷം ടൈം വേസ്റ്റ് ചെയ്തോ? ടൈം വേസ്റ്റ് ചെയ്തോ? അതിനേക്കാളും വേസ്റ്റ് ആവാ ആ ഒരു അഡിക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കുമ്പോ മേ ബി 10 ദിവസമായിരിക്കാം, 10 മാസമായിരിക്കാം. ആ ഒരു ടൈമിൽ 10 കൊല്ലത്തിനെക്കാട്ടി ആ ഒരൊറ്റ ദിവസമാണ് 10,000 കൊല്ലത്തിന്റെ പവർ കിട്ടിയത്. ഒരൊറ്റ ദിവസം. സത്യമാണ്. ഈ അഡിക്ഷനെ കുറിച്ച് സംസാരിക്കാൻ അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ വേണം. ഓക്കെ, എനിവേ, താങ്ക് യു ഫോർ ജോയിനിങ്. വേറെ ഒന്നുമില്ല, നന്ദി മാത്രം. ഓക്കെ, താങ്ക് യു ഡിയർ. ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. അഡിക്ഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ ചൂടുള്ള ടോപ്പിക്കാണ്. ചൂടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ സംസാരിക്കുകയാണ്. മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് അഡിക്ഷൻ ആണ്. ആദ്യമായിട്ട് ബിസി ടോക്ക് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഡെയിലി ലൈവ് ഉണ്ടാക്കും 10 മണി മുതൽ 11 മണി വരെ. ഓരോ ദിവസം ഓരോ ടോപ്പിക്സ് ആയിരിക്കും. ഇന്നത്തെ ടോപ്പിക്കാണ് അഡിക്ഷൻ. അപ്പം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ലൈവിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, ലൈവിൽ വന്ന് സംസാരിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഗസ്റ്റ് എടുക്കുന്നതാണ്. ആൻഡ് ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അതെന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വാർണിംഗ് ആണ്. വാർണിംഗ് എന്നല്ല, ഒരു മാന്യതമായിട്ടുള്ള ഒരു മറുപടി മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആളിലോട്ട് കിടക്കാം.
കളഞ്ഞു തരുമോ? ഓക്കെ, പറ, എന്തുണ്ട് വിശേഷം? നമസ്കാരം. സുഖം സുഖം സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. സുഖം സുഖം മാത്രം. പ്രത്യേകിച്ച് ടിക്ടോക്കിൽ വരുമ്പോ കിട്ടുന്ന ഒരു പ്രത്യേകതര സുഖം ഉണ്ടല്ലോ. അതെ അതെ ആ സുഖം. അതെ അതെ, പോസിറ്റീവും നെഗറ്റീവും ഒരേ ലൈവില് കിട്ടുന്ന ഒരു സുഖം. ആ സുഖം അസുഖമാവാതിരുന്നാൽ മതി. ഇല്ല, ഞാൻ കറക്റ്റ് 10 മണി മുതൽ 11 മണി വരെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻബോക്സ് പോലും ചെക്ക് ചെയ്യാതെ കിടന്നുറങ്ങുന്ന ഒരാളാണ്. ഇതൊരു അഡിക്ഷൻ ആണല്ലോ. ഇതൊരു അഡിക്ഷൻ ആണല്ലോ. സോഷ്യൽ മീഡിയ അഡിക്ഷൻ കാര്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ പ്രേമം 10 വർഷമായിരുന്നു, എന്റെ പ്രേമം 5 വർഷമായിരുന്നു. അഡിക്ഷൻ അവസാനം കണ്ടോ ഒരാള് സംസാരിച്ചപ്പോ ഫുള്ള് പ്രേമത്തിലേക്കുള്ള അഡിക്ഷൻ വരുന്നുണ്ട്. പറഞ്ഞോളൂ, കേക്കാം. അല്ല, അത് ലാസ്റ്റിൽ എന്തായി, ഫ്രണ്ട്ഷിപ്പായിട്ടാ നമ്മള് ഇതായെന്ന് പറഞ്ഞിട്ട് പോയി. ഓക്കെ, കഴിഞ്ഞു. പിന്നെ എനിക്ക് അഡിക്ഷൻ ഉണ്ടായിരുന്നു, സ്മോക്കിംഗ് അഡിക്ഷൻ ഉണ്ടായിരുന്നു. 40 വയസ്സിൽ ഞാനത് നിർത്തി. അത് നിർത്തുമ്പോഴത്തേക്ക് നമ്മുടെ തമ്പാക്ക് ഉണ്ടല്ലോ, തമ്പാക്ക്, അത് ഉപയോഗിച്ചിട്ടാണ് സ്മോക്കിംഗ് നിർത്തിയത്. അപ്പൊ അതിനോട് അഡിക്ഷൻ വന്നു. അതും അഡിക്ഷൻ വന്നു. കാരണം സ്മോക്കിംഗ് നിർത്താൻ വേണ്ടിയിട്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അത് തുടങ്ങിയതായിരുന്നു. അവസാനം സ്മോക്കിംഗ് അതും കൂടെ ഒന്നിച്ചു പോവുമായിരുന്നു. അവസാനം വല്ലവിധേനയും സ്മോക്കിംഗ് നിർത്തി. അത് കഴിഞ്ഞിട്ട് തമ്പാക്ക് യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് നിർത്തി, ആ അഡിക്ഷൻ നിർത്തി. ഇപ്പൊ ഒരു അഡിക്ഷനേ ഉള്ളൂ, ഡെയിലി 2 പെഗ് കഴിക്കുക. ഞാൻ ഇതിലൊരു കാര്യം ചോദിച്ചോട്ടെ, സോറി ഫോർ ഇന്ററപ്റ്റ് ആക്ച്വലി. ചേട്ടാ, നമ്മൾ നോർമലി ചില ആളുകൾക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലുള്ളതാണ്. ആ വ്യക്തിക്ക് എന്തിനോടും അഡിക്ഷൻ തോന്നാം. ഒരു അഡിക്ഷൻ മാറ്റാൻ മറ്റൊന്ന് തുടങ്ങുമ്പോൾ അതിനോടും അഡിക്ഷൻ തോന്നാം. അങ്ങനെയല്ല ശരിക്കും? അഡിക്ഷൻ നമ്മുടെ ബ്ലഡിലല്ലേ ഉള്ളത്? അതെ, പക്ഷെ എനിക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു അഡിക്ഷൻ അല്ല. ഇപ്പൊ എനിക്ക് വേണ്ടാന്ന് തോന്നിയാൽ ഞാനൊരു 10 ദിവസം വേണ്ടെന്ന് വെക്കും, ചിലപ്പോൾ ഒരു മാസം വേണ്ടെന്ന് വെക്കും. കാരണം എനിക്ക് അതില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല, അല്ല അതില്ലാണ്ട് പറ്റില്ല എന്നുള്ള കണ്ടീഷൻ അല്ല. ഞാൻ കഴിക്കുന്നത് ഒരിക്കലും ഞാൻ കഴിച്ചിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരാൾ അറിയില്ല ഇവൻ കഴിച്ചിട്ടുണ്ട് എന്ന്. ആ രീതിയിലേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പൊ അത് ഓവർ അഡിക്ഷനും അല്ല എനിക്ക്. ഞാൻ എൻ്റെ ലിമിറ്റിനപ്പുറം എത്ര വലിയ കമ്പനി ആയാലും ശരി, എത്ര വലിയ പാർട്ടി ആയാലും ശരി, ചിലർ പറയും, ഓ നിനക്ക് കപ്പാസിറ്റി കുറവാണ്, നീ ഇത്രയേ കഴിക്കൂ. അതെ, എനിക്ക് കപ്പാസിറ്റി കുറവാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സമ്മതിച്ചു കൊടുക്കും. അവരുടെ സ്ട്രെച്ചിങ്ങിന് ഞാൻ വിട്ടുകൊടുക്കില്ല, മനസ്സിലായില്ലേ? അവരിങ്ങനെ വലിക്കുമ്പോൾ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോകും. ഞാൻ ഒരിക്കലും ഇല്ല, ഞാൻ പറയും അതെ ഞാൻ സമ്മതിച്ചു, എനിക്ക് ഇത്രയേ ഉള്ളൂ കപ്പാസിറ്റി, ഞാൻ ഇവിടെ നിർത്തി. അപ്പോൾ ഒരു തേർഡ് പാർട്ടി അറിയില്ല ഞാൻ കഴിച്ചിട്ടുണ്ടെന്നോ ഇതാവില്ല. കഴിച്ചിട്ട് വേറൊരു ബിഹേവിയർ മാറൂല, സംസാരം മാറൂല, ആ രീതിക്ക് ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെ ഒരു അഡിക്ഷൻ. അഡിക്ഷൻ നല്ലതല്ല ചില സമയങ്ങളിൽ. സോ അഡിക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡിക്ഷൻ ഒരിക്കലും ഒരു അഡിക്ഷൻ നല്ലതല്ല. അഡിക്ഷൻ ആവാം, പക്ഷെ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓവർ ദ ലിമിറ്റ്. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലിമിറ്റ്. പണ്ഡിതനാണ്, നല്ല വേർഡ്. പണ്ഡിതനൊന്നുമല്ല, ഇത് എല്ലാവരും നമുക്ക് മനസ്സിൽ തോന്നിയ പറയുന്ന അത്രേ ഉള്ളൂ. ഹായ് മണ്ണി മാഫിയ, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. ആക്ച്വലി ഈസ് ലൈക്ക് മൈ ലോങ് ടൈം ഫ്രണ്ട്. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടു. ഒരുപാട് സന്തോഷം, ഫ്രം സിംഗപ്പൂർ. ഓക്കെ, എനിവേ താങ്ക് യു ഡിയർ, താങ്ക് യു ഫോർ ഷെയറിംഗ്. ഒരു അഡിക്ഷനും നല്ലതല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു. ടേക്ക് കെയർ, ബൈ, ഗുഡ് ഡേ. സോ നമ്മുടെ ഈ ലൈവ് കാണുന്ന എല്ലാവരടുത്തും പറയാനുള്ളത് അഡിക്ഷൻ നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അഡിക്ഷൻ നിങ്ങളെ കയറി ഭരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡിക്ഷൻ നിങ്ങളെ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇത് എന്താണെങ്കിലും നിങ്ങളുടെ അഡിക്ഷൻ എന്താണെന്ന് പലരും ഇവിടെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. അതിനുള്ള സൊല്യൂഷൻ അവർക്ക് അറിയാം. പക്ഷെ ഇവിടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്ത പലർക്കും അതിനുള്ള സൊല്യൂഷൻ കയ്യിലുണ്ടായിട്ടും അഡിക്ഷൻ റിമൂവ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കണം, അല്ലെങ്കിൽ സൊല്യൂഷൻ നോക്കാത്ത ആളുകളായിരിക്കണം. ആണോ? സത്യമാണോ? യെസ്. അജിത്ത, എന്തുണ്ട് വിശേഷം? അപ്പം നമുക്ക് അടുത്തത് നസീല. നച്ചു കുറേ നേരമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്, കുറേ നേരമായിട്ട് റിക്വസ്റ്റ് വന്ന് എടുക്കുന്നുണ്ട്. ഞാൻ അഡിക്ഷൻ കൂടുതലായതുകൊണ്ട് ഞാൻ ദുബായ് വിട്ട്. കൊള്ളാം, നല്ലതായി, ദുബായ് നന്നായി. എന്നാൽ ഈ അഡിക്ഷൻ ഇത് നല്ലതല്ല. അതേ, നിന്റെ അഡിക്ഷൻ കുറേ നേരമായിട്ട് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ നേരമായിട്ട് ഞാൻ കമന്റ് കാണുന്നുണ്ട്. എനിവേ, എന്ത് കാര്യങ്ങളാണെങ്കിലും അഡിക്ഷൻ നല്ലതല്ല, എന്ത് കാര്യമാണെങ്കിലും അഡിക്ഷൻ നല്ലതല്ല.
Okay, so again myself Rat, I'm from India, Kerala. This live session we can call BC Talk. BC Talk 10 മണി മുതൽ 11 മണി വരെയാണ്. ഇപ്പോൾ ഏകദേശം 10:50 ആയി തുടങ്ങി. സോ ഒരു 11 മണി വരെ സമയമുണ്ട്. ഇന്നത്തെ നമ്മുടെ BC ടോക്കിലുള്ള ടോപ്പിക് എന്താണ്? അഡിക്ഷൻ. ഓക്കെ, ചെറീസ് എന്ത് വിശേഷം? ചെറീസ് അഡിക്ഷൻ ആണ് കേട്ടോ നമ്മുടെ ടോപ്പിക്. സോ ചെറീസ് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു അടിപൊളി ടോക്കർ എന്ന് പറയാം. അതിൽ കൂടുതൽ വേർഡ് എനിക്ക് പറയാൻ അറിയില്ല. ചെറീസ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നോ? ഗുഡ് ഈവനിങ്. Yes, അതെ, good evening, dear. ഇന്നത്തെ വിഷയം എന്താ? എന്താ പറഞ്ഞേ? അഡിക്ഷൻ. Addiction. ഓക്കെ, എന്തിലാ അഡിക്ഷൻ? ഞാൻ ഒന്നിലും അഡിക്ഷൻ അല്ലേ, ആദ്യം പറയും. KC രാജേഷ്. ഏഹ്, ഒന്നിനും പക്ഷെ addiction അല്ലേ? അഡിക്ഷനെ പറ്റി ഇല്ലല്ല, ഒന്നിലും അഡിക്ഷൻ ഇല്ല. ഇന്നത്തെ പ്രസന്റിൽ ജീവിക്കുന്ന ആളാ ഞാൻ. Okay. ഇന്നലെ ഇല്ല, നാളെ ഇല്ല, ഇന്നത്തെ ഇന്ന്, ഇന്ന് Like കഴിഞ്ഞ me. ഇന്ന്. അതെ അതെ. എന്നാൽ ഒരു വ്യക്തിക്ക് പ്രത്യേക കാര്യത്തിലോ ഒരു വസ്തുവിലോ ഉണ്ടാകുന്ന അമിതമായ ആശ്രയത്വം മാത്രമാണ് എന്താണ് Addiction. അഡിക്ഷൻ. അത് നീ എന്നോട് നമ്മളെ ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, ഞാൻ പറയുന്നു addiction. അത് എന്താണ്, ഒരു സപ്പോർട്ടിന് ചോദിച്ചാ Okay. അത് ശരീരത്തിനും മനസ്സിനും ഹാനികരമായിട്ട് അറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് പോകുന്നതാണ് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ആ ശീലം നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെ അഡിക്ഷൻ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ചാം. ഒന്ന് വസ്തുക്കളോടുള്ള ഒരു അഡിക്ഷന്, രണ്ട് സ്വഭാവ രീതികളോടുള്ള ഒരു അടിമത്വം. അതിൽ ഈ ആദ്യത്തെ പറഞ്ഞ വസ്തുക്കളോട് എന്ന് പറയുന്നതിൽ പെട്ടാണ് ഈ പുകവലി, മയക്കുമരുന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ ഒരു വസ്തുവിനോടുള്ള അഡിക്ഷനാണ്. Okay. എന്നാല് മറ്റേതാണെങ്കിലോ മൊബൈല്, സോഷ്യൽ മീഡിയ, ഗെയിമിങ് അഡിക്ഷന്, ഗംബ്ലിങ്, അങ്ങനെ പണം വെച്ചിട്ടുള്ള കളി, അങ്ങനത്തെ അഡിക്ഷന്. അങ്ങനെ അഡിക്ഷനെ വെച്ച് രണ്ടാക്കി തരം തിരിക്കാം. പിന്നെന്താ ഇതിന് എന്താ പറഞ്ഞോ. എങ്ങനെ? സ്റ്റിൽ ഐ എം റിമെമ്പറിങ് യു. ഓക്കെ, ഞാൻ രണ്ടായിട്ട് എക്സ്പ്രഷൻ എടുത്തിട്ട് പറഞ്ഞോ ബാക്കി പോയിന്റ്സ്. ഇല്ല, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഇതൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഡോക്ടറെ സഹായം തേടുക ആദ്യം ചെയ്യേണ്ടി. ലഹരിക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ സഹായം തേടുക. എന്ത് കാര്യമാണെങ്കിലും അഡിക്ഷൻ ആണെങ്കിൽ ഡോക്ടറുടെ സഹായം നേടണം. അതെ അതെ. സോഷ്യൽ എല്ലാത്തിനും മീഡിയയിലുള്ള കുത്തുവാക്കുകള്, ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കമന്റ് ചെയ്യുന്ന കുറെ ഡാഷുകള് എല്ലാം അഡിക്ഷൻ ആണ്. അതും ഡോക്ടറെ കാണിക്കേണ്ട അസുഖമാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിൽ ആദ്യത്തെ കാര്യങ്ങളിൽ ഓക്കെ സ്വഭാവത്തോടുള്ള അഡിക്ഷനില് ഓക്കെ അല്ല പറഞ്ഞത്. സ്വഭാവത്തിലെ അഡിക്ഷനാണ് ഈ മൊബൈലില്, ഗെയിമിങ്, ചാറ്റിങ് കാര്യങ്ങളൊക്കെ. അതിന് ഡോക്ടറെ കണ്ടിട്ടില്ല, അതിന് അവനവൻ തന്നെ തീരുമാനിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ വസ്തുക്കളോടുള്ള അടിമത്തുണ്ട്. ഓക്കെ ശരീരത്തെ ദോഷമായി പിന്നെ ബാധിക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗത്തിലുള്ള അഡിക്ഷന്. അത് കൂടുതലായി കഴിഞ്ഞാൽ ഡോക്ടർ സഹായം തേടാണ് ഏറ്റവും ബെറ്റർ, എൻ്റെ ഒരു സജഷൻ. അല്ലെങ്കിൽ പിന്നെ സ്വയം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറുമ്പോഴാണ് ഇതിന് അഡിക്ഷൻ എന്ന് പറയാം. അല്ലാതെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഒരിക്കലും അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ അത് അവർക്ക് എപ്പോഴും നിർത്താൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. അതൊക്കെയാണ് പറയാനുള്ളത്. നല്ലത്, നല്ല രീതിയിൽ സംസാരിച്ചു എന്നത്തെയും പോലെ. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് കമന്റ്സ് വായിക്കാം. താങ്ക് യു. ഇന്ന് ഈ ലൈവ് സെക്ഷൻ വളരെ ഭംഗിയായിട്ട് പോയി. അത്യാവശ്യം നല്ല രീതിയിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അത്യാവശ്യം കമന്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ കമന്റ്സ് ഒന്നും വായിക്കാത്തതിൽ എനിക്ക് തന്നെ ഒരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ ഇതിൽ ഗുഡ് കമന്റ്സും ബാഡ് കമന്റ്സും ഇടുന്ന ആളുകളോട് പറയാണ്, അത് നിങ്ങളുടെ അഡിക്ഷൻ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, താങ്ക് യു, എപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കല്ല എപ്പോഴും എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള അഡിക്ഷൻ എന്ന് പറയുമ്പം പല രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കിയിട്ട് ലൈംഗിക വേഴ്ചകൾ ചെയ്യാനുള്ള, ഈ വേർഡ് എനിക്ക് മലയാളം പറയാൻ അറിയില്ല. ഓക്കെ, ചിലപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ ടിക്ടോക്ക് ബാൻ ആക്കും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു അഡിക്ഷൻ, അതും ഒരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രശ്നമായിട്ട് പിന്നീട് മാറും. ഒരു സിസ്റ്റർ, ഒരു ഫ്രണ്ട്, ഏത് രീതിയിലും നിങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു റിക്വസ്റ്റ് എടുക്കാതിരിക്കാൻ പറ്റൂല. ഓക്കെ, ഈ റിക്വസ്റ്റ് ലാസ്റ്റ് റിക്വസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അഡിക്ഷൻ എന്നുള്ള ടോപ്പിക്കുമായിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹായ് മാഡം. ഹായ് സർ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട്? നമസ്കാരം.
സുഖമായിട്ടിരിക്കുന്നു. എന്താണ് ടോപ്പിക്? അഡിക്ഷൻ ആണോ അഡിക്ഷൻ. അഡിക്ഷൻ എന്നുള്ളത് ശരിക്ക് ഒരു മനുഷ്യനില് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനിപ്പോ റാക്കില് അഡിക്റ്റ് ആയ പോലെ. ഓക്കെ ഓക്കെ, ഞാൻ അഡിക്റ്റഡ് ആണ് ഓൺ ട്രാക്ക് ലൈഫ്. ഓക്കെ, ഞാൻ പോണ ഈ വഴി പോണ ബാക്കിൽ ചാടി പോണോ? ലൈവ് നിർത്താൻ നേരത്തെ എന്നെ ഇറക്കി വിടാനുള്ള പരിപാടിയല്ലേ? ഓക്കെ, പറഞ്ഞു, ബാക്കി പറഞ്ഞു കേൾക്കാം. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് ചിന്തിച്ചോട്ടെ ആദ്യം. ADDICITION അല്ലേ അഡിക്ഷൻ? അഡിക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്ത് അഡിക്ഷൻ ആണ് ഉദ്ദേശിച്ചത്? അഡിക്ഷൻ. അപ്പൊ മുന്നിൽ ഒരു കുത്തന്നിട്ട് ആക്ഷൻ പറയാന് ഓക്കെ പറ. എന്നിട്ട് അഡിക്ഷൻ വേറെന്താണ്? ശരിക്ക് ഞാന് ഒന്നിലൊരു അഡിക്റ്റഡ് അല്ല. എക്സ്ക്ലൂഡ് റാക്കിന്റെ ലൈവ്, റാക്കിന്റെ ലൈവ്, വേറെ ഒന്നിലും എനിക്ക് ഞാൻ ഒരു കാലത്ത് ഓക്കെ, ഞാനൊരു കാലത്ത് അഡിക്റ്റഡ് ആയിരുന്നു. ക്രിക്കറ്റ് കളിയിൽ ഞാൻ ഒരുപാട് അഡിക്റ്റഡ് ആയിരുന്നു കുട്ടിക്കാലം മുതലേ. ഇപ്പൊ ഒരു അറൗണ്ട് ഒരു 4 വർഷമായിട്ട് അഡിക്ഷൻ കുറവാണ്. അത് ടിക്ടോക്കിൽ വന്നിട്ട് ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പകുതി ഇങ്ങോട്ടേക്ക് മാറി. ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ലൈവ് ആയിരുന്നു. അപ്പൊ പാടാനുള്ള ഒരു അഡിക്ഷനായി. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരാൾക്ക് 2 അഡിക്ഷൻ ഒരേ സമയത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സീരിയസ്ലി. പക്ഷെ എനിക്കിപ്പോ ഒരു അഡിക്ഷനേ ഉള്ളൂ, റാക്കിന്റെ ലൈവാണ്. റാക്കിന്റെ പുഞ്ചിരി കാണാ. പക്ഷെ എനിക്കിതിൽ റാക്കിനോട് ഒരു സജഷൻ ഉണ്ട്. റാക്ക് മറ്റൊരു വോയിസ് ആയിട്ട് ലൈവ് വരത്തില്ലേ, ഓൺലി വോയിസ്, വീഡിയോ ഇല്ലാണ്ട്, അങ്ങനെ വരുന്നത്. അപ്പൊ റാക്കിനെ കാണാൻ പറ്റാണ്ടിരിക്കുമ്പോ ഭയങ്കര സങ്കടമുണ്ട്. അഡിക്ഷൻ എന്തൊരു കോട്ടം തട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ആ ലൈവ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. മിമിക്രി വേണോ? എന്താണ് അവസ്ഥ? മിമിക്രി വേണോ? നമുക്കൊരു പാട്ടോട് കൂടി സ്റ്റോപ്പ് ചെയ്താലോ? നിന്റെ കിഴിക്കണ്ടപ്പോൾ നിന്റെ അടിവയറ്റില് മഞ്ഞുള്ള രാത്രി, അത്ര മതി. മഞ്ഞുള്ള രാത്രിയാണിപ്പോ. മഞ്ഞുള്ള രാത്രിയല്ല, ഇത് സമ്മർ രാത്രിയാണ്, വിന്റർ ആയിട്ടില്ല. എന്റെ മനസ്സിൽ മഞ്ഞുണ്ടല്ലോ, രാത്രി പുറത്തുണ്ട്, മനസ്സിൽ വെക്കട്ടെ. അല്ല, എനിക്കറിയാലോ, എടുത്തു വെക്കാൻ കുറെ ഉണ്ട് എന്റെ കയ്യിലുണ്ടെന്നുള്ളത്. ശരി, താങ്ക് യു. അല്ല, സ്നേഹമാണ് എടുത്തു വെക്കേണ്ടത്, മഞ്ഞാണ് എടുത്തു വെക്കേണ്ടത്? മഞ്ഞ്. സ്നേഹം കുറെ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി അലമാരയില്. ഒരൊറ്റ തള്ള. ശരിയടാ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ. ഞാൻ വിളിക്കണ്ട, സെഹ്റോന്ന് വിളിച്ചാൽ മതി, എനിക്കതാ ഇഷ്ടം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലോ ഞാൻ സംസാരിക്കുക. അങ്ങനെയാ? താങ്ക് യു ഡിയർ, ടേക്ക് കെയർ, ബൈ. അങ്ങനെ അല്ലല്ല, അങ്ങനെയാണോ? അല്ല, കാര്യമായിട്ട് പറയാം. ഓക്കെ, അതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ, ബൈ, സീ യു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, സോ നമ്മള് വളരെ രസകരമായിട്ട് ഇന്ന് എനിക്ക് പേഴ്സണലി ഞാൻ ഏപ്രിൽ 13 സ്റ്റാർട്ട് ചെയ്ത ടിക്ടോക്ക് അക്കൗണ്ട് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന എൻ്റെ ടൈം ബിസി ടോക്ക് എന്നുള്ള ഈ ടോക്ക് ഷോയിലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയത് ഈ ഒരു ലൈവ്, ഇന്നത്തെ ലൈവാണ്. കാരണം ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഗസ്റ്റ് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല, എന്തിനോടുള്ള അഡിക്ഷൻ ആണ് നിങ്ങൾ കാണിക്കുന്നതൊന്നും എനിക്കറിയില്ല. മേ ബി ടോപ്പിക് ആയിരിക്കും, മേ ബി ഡ്രസ്സിങ് ആയിരിക്കും, മേ ബി ഞാൻ പ്രസന്റേഷൻ സ്റ്റൈൽ ആയിരിക്കും, മേ ബി എന്നെ കുറ്റം പറയാനായിരിക്കും. എനിവേ, ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, നിങ്ങൾ അഡിക്റ്റഡ് ആയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എൻ്റെ കെണിയിലാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ അതിനെക്കുറിച്ച് ബോധഡല്ല. പക്ഷെ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, 11 മണിയുടെ സമയം ഉണ്ടാവും. അപ്പം ഞാൻ ഇവിടെ ടിക്ടോക്കിൽ സ്റ്റാർട്ട് ചെയ്തത് സാധാരണ നടക്കുന്ന ടിക്ടോക്ക് ലൈവുകളെ അപേക്ഷിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10K ഫാമിലി ആയി കഴിഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ ഈ ഒരു ലൈവിന് വാച്ച് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയ ആളുകൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ റെഡിയാണ്. ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമൻറ്റർ, വീക്ക്ലി വ്യൂവർ, നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ തരും. പക്ഷെ 10K ഫാമിലി ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്കറിയാം, ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്, പല രീതിയിലാണ് അല്ലെ. ഗെയിം സെക്ഷൻ നടക്കുന്നുണ്ട്, സ്ട്രീമിംഗ് നടക്കുന്നുണ്ട്, അത് ഇത് മറ്റു മറിച്ച് എന്തോ ആയിക്കോട്ടെ. ബട്ട് റാക്ക് ടിക്ടോക്കിൽ വന്നു, ലേറ്റായി വന്നു, ലേറ്റസ്റ്റ് ആയിട്ട് വന്നു. സംതിങ് ലൈക്ക് അടിപൊളി ഒരു കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരുടെ പറയും ഒരു സംഭവം അധികം വൈകാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? അഡിക്ഷൻ ആയിരുന്നു. അപ്പോൾ അഡിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നിനോട് അഡിക്ഷൻ ഇല്ല. ഉണ്ടായിരുന്നു, അഡിക്ഷൻ ഉണ്ടായിരുന്നു. പ്രണയത്തിനോട് അഡിക്ഷൻ ഉണ്ടായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ പ്രശ്നമാണ്.
അഡിക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്താനും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഈ അഡിക്ഷൻ്റെ മീൻസ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക ബ്രേക്കപ്പ് മീൻസ് എന്താ അഡിക്ഷൻ നമ്മളൊരാളോട് ഭയങ്കര അഡിക്റ്റഡ് ആവുക, വളരെ അഡിക്റ്റഡ് ആവുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ അവിടെ ആ ഒരു അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളൊരു മൂവ് ഫോർവേഡ് ഉണ്ടാക്കും. മേ ബി നെഗറ്റീവ്ലി മൂവ് ഫോർവേഡ് ആയിരിക്കും, മേ ബി പോസിറ്റീവ്ലി, അത് പോസിറ്റീവ് സൈഡ് ആയിരിക്കും, നെഗറ്റീവ് സൈഡ് ആയിരിക്കും. ഈ അഡിക്ഷൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മാറ്റിയതോടുകൂടി ഞാൻ കംപ്ലീറ്റ്ലി പോസിറ്റീവായി. ഈ പോസിറ്റീവ് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. പിന്നെ ഇവിടെ ഒരുപാട് കമൻസ് കണ്ടു. അതിൽ കുറേ ആളുകൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അഡിക്ഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പറയാം, എന്തോ ആയിക്കോട്ടെ, പോസിറ്റീവ് അഡിക്ഷൻ എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് അഡിക്ഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങളാണത് വിലയിരുത്തേണ്ടത് അല്ലേ. ഞാൻ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇന്ന കാര്യത്തിന്. അത് എൻ്റെ ലൈഫിനെ പോസിറ്റീവ്ലി ബാധിക്കുന്നുണ്ടോ, എൻ്റെ ലൈഫിനെ നെഗറ്റീവ്ലി ബാധിക്കുന്നുണ്ടോ? എൻ്റെ ലൈഫിനെ പോസിറ്റീവ്ലി ബാധിക്കുന്ന അഡിക്ഷൻസ് ഇതാണ് എന്ന് പറയാനും എന്ന് ചിന്തിക്കാനും ഉള്ള സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു ഓൾ. നെഗറ്റീവായിട്ട് എന്നെ ബാധിക്കുന്ന അഡിക്ഷൻസ് ഇതാണ് എന്ന് തരം തിരിച്ച് കാണിക്കാനും ആ നെഗറ്റീവ് അഡിക്ഷൻ മൂലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് അറിയാനും ഉള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം, ഞാൻ വീണ്ടും പറയാണ്, പോസിറ്റീവ് അഡിക്ഷൻ ലിസ്റ്റ് ഓഫ് 1 2 3 4 5 6 എന്തോ ആവട്ടെ, നെഗറ്റീവ് അഡിക്ഷൻ 1 2 3 4 5 6 എന്തോ ആവട്ടെ, പക്ഷേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മുടെ ലൈഫിനെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഇനി വേറെ കാര്യം പറയാം. ഇതിൽ കണ്ടിന്യൂ ആയിട്ട് ഒരു പെൺകുട്ടി, ഇപ്പം ഞാനൊരു ലേഡിയാണ്, അപ്പം ഞാനൊരു ലേഡി ലൈവിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വളരെ അശ്ലീലമായിട്ട് തോന്നുന്ന കാര്യമാണ്, ലൈംഗികപരമായിട്ടുള്ള അഡിക്ഷൻ ഉണ്ടെന്ന് കണ്ടിന്യൂ പോയി ഇവിടെ കമന്റ് ഇടുന്ന കണ്ടു. അവന്റെ ID തന്നെ ഫേക്കാണ്, അതൊരു അഡിക്ഷൻ ആണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിനെ നെഗറ്റീവ്ലി ബാധിക്കുന്നുണ്ട് എന്നുള്ളതിന് എക്സാമ്പിൾ ആണ് ഇതുപോലുള്ള ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളയാടുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. നിങ്ങൾ നെഗറ്റീവ് ഐഡന്റിറ്റി പുറത്ത് കാണിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ ഓൾറെഡി, ഇത് വ്യാജമായിട്ടുള്ള ഐഡന്റിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിയൽ ഐഡന്റിറ്റി കവർ ചെയ്തുകൊണ്ട് ഇതുപോലെ IDs യൂസ് ചെയ്ത് പല രീതിയിലുള്ള ലൈംഗിക ചേഷ്ടകൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഈ പ്രശ്നം 10 ആൾ അറിയും. ആ അറിയുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡൻസോട് കൂടി പറയണം, യെസ് ഐ ഡിഡ് ദിസ് ബിക്കോസ് ഐ നീഡ് ദിസ്. ഇത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ, നോ പ്രോബ്ലം. ബട്ട് ഇത് പറയാനുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫേക്ക് ID യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തിനോടുള്ള അഡിക്ഷനും നിങ്ങൾ കോൺഫിഡൻസോട് കൂടി ഇറ്റ്സ് മൈ പോസിറ്റീവ് അഡിക്ഷൻ, ഇറ്റ്സ് മൈ നെഗറ്റീവ് അഡിക്ഷൻ എന്ന് പറയാനുള്ള ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തിങ്ക് ദാറ്റ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ ലൈവിൽ വളരെ ഓപ്പൺ ആയിട്ട് ബാഡ് കമൻസും ഗുഡ് കമൻസും ഞാൻ വായിച്ചു മറക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ചിന്തിക്കുന്നത് ഒരേ ഒരു ചിന്തയാണ്, കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഇല്ലാത്ത പ്രോബ്ലം എന്തിനാണ് വായിക്കുന്നത് എനിക്ക്, കാണുന്ന ആളുകൾക്ക് എല്ലാം കാണാൻ കണ്ണുണ്ട്, പക്ഷെ എല്ലാം ഉൾക്കൊള്ളാനുള്ള മൈൻഡ് എല്ലാവർക്കും ഇല്ല. ബ്രേവ് ഗേൾസ് അല്ലെങ്കിൽ ബുദ്ധിയുള്ള ബോയ്സോ ഗേൾസോ കാണും, കണ്ണുകൊണ്ട് കാണും, മനസ്സ് വേണ്ടത് മാത്രം എടുക്കും, തലയിൽ ഫീഡ് ചെയ്യും. ഇതാണ് കോൺഫിഡൻസിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാവർക്കും നന്ദി മാത്രം. നമ്മുടെ ഈ ഒരു ലൈവ് സെഷൻ തൽക്കാലത്തോട് സ്റ്റോപ്പ് ചെയ്യാണ്. 10 മണി മുതൽ 11 മണി വരെയുള്ള ഈ ലൈവ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നല്ലൊരു ടോപ്പിക്ക്, നല്ലൊരു ഡിസ്കഷൻ, നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്.